ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ അഥവാ ആകർഷണ നിയമം എന്താണെന്നാണ് നോക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കൂടാതെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുതേ. കൂടാതെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. പോസിറ്റീവ് വൈബുള്ള ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമാകുന്നതിന് വേണ്ടി ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അവിടെ നിങ്ങളുടെ എല്ലാ സംശയങ്ങളും ചോദിക്കാവുന്നതാണ്. സംശയങ്ങൾക്കുള്ള മറുപടി ഗ്രൂപ്പിൽ തന്നെ ലഭിക്കുന്നതാണ്. കൂടാതെ കൂടുതൽ മോട്ടിവേഷൻസും ഫ്രീ ക്ലാസ്സുകളും അവിടെ ലഭ്യമാണ്. ലോ ഓഫ് അട്രാക്ഷൻ എന്താണെന്നും അതെങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ നടപ്പിലാക്കേണ്ടതെന്നും അറിയുന്നതിന് വേണ്ടി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി തന്നെ കാണുക. ലോ ഓഫ് അട്രാക്ഷൻ അഥവാ ആകർഷണ നിയമം എന്നത് ഒരു വ്യക്തിയുടെ ചിന്തകൾ അവരുടെ ജീവിത അനുഭവങ്ങളെ സ്വാധീനിക്കുമെന്ന ആശയമാണ്. അതായത് പോസിറ്റീവായ ചിന്തകൾ പോസിറ്റീവായ കാര്യങ്ങളെയും നെഗറ്റീവായ ചിന്തകൾ നെഗറ്റീവായ കാര്യങ്ങളെയും ആകർഷിക്കുമെന്നാണ് ഈ സിദ്ധാന്തം. ഒരു കാര്യം ഞാൻ ഉറപ്പു പറയാം, ലോ ഓഫ് അട്രാക്ഷൻ ഉണ്ട് എന്ന് നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഗ്രാവിറ്റി ഉണ്ട് എന്നതുപോലെ ഗ്രാവിറ്റി ഉണ്ട് എന്ന് നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഗ്രാവിറ്റി അവിടെ തന്നെ ഉണ്ട്, അല്ലെ? നമ്മളൊരു കല്ല് മുകളിലേക്ക് എറിഞ്ഞാൽ അത് താഴേക്ക് തന്നെ വരും. അതെന്തുകൊണ്ടാണ്? ലോ ഓഫ് ഗ്രാവിറ്റി ഉള്ളത് കൊണ്ടാണ്. പക്ഷെ ഗ്രാവിറ്റി ഇല്ല എന്ന് നമ്മൾ പറഞ്ഞാലും ഗ്രാവിറ്റി ഇല്ലാതിരിക്കുമോ എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഈ ലോ ഓഫ് അട്രാക്ഷനും. ലോ ഓഫ് അട്രാക്ഷൻ ഇല്ല എന്ന് പറഞ്ഞാലും നമ്മൾ എന്താണോ ചിന്തിക്കുന്നത്, നമ്മൾ എന്താണോ പ്രവർത്തിക്കുന്നത്, നമ്മുടെ ഉള്ളിലെ ചിന്തകൾ നമുക്ക് ചുറ്റുമുള്ളവയെ ആകർഷിക്കുന്നു. അതായത് ലൈക്ക് അട്രാക്ട്സ് ലൈക്ക് എന്നുള്ള ഒരു പോളിസിയാണ് നമ്മളിവിടെ പഠിക്കുന്നത്. അതായത് നമ്മുടെ ഉള്ളിൽ എന്താണോ ഉള്ളത്, അതായത് നമ്മൾ ഇന്ന് എന്ത് ചിന്തിക്കുന്നുവോ അത് നമ്മൾ നാളെ ആയിത്തീരുന്നു. ഒരു 5-10 കൊല്ലം മുമ്പ് നമ്മൾ എന്താണോ തീരുമാനിച്ചിരുന്നത്, ചിന്തിച്ചിരുന്നത്, അതാണ് നമ്മൾ ഇന്നായി തീർന്നിരിക്കുന്നത്. നമ്മൾ ഇന്ന് എന്ത് ചിന്തിക്കുന്നുവോ അതാണ് നമ്മൾ നാളെ ആയിത്തീരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ചിന്തകളെ പോസിറ്റീവിലേക്ക് ഫോക്കസ് ചെയ്ത് നമുക്ക് വേണ്ടത് നേടിയെടുക്കാനായിട്ട് ലോ ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ ആകർഷണ നിയമവും നമ്മളെ സഹായിക്കുന്നു. ലൈക്ക് അട്രാക്ട്സ് ലൈക്ക് എന്ന് നമ്മൾ പറഞ്ഞല്ലോ. അതായത് ചിന്തകൾ ഒരുതരം ഊർജമാണ്. അത് പ്രപഞ്ചത്തിൽ നിന്ന് സമാനമായ ഊർജത്തെ തിരികെ കൊണ്ടുവരും. നമ്മൾ ഇന്റേണൽ ഫ്രീക്വൻസി പറഞ്ഞപ്പോഴും വോർട്ടെക്സ് പറഞ്ഞപ്പോഴും എല്ലാം ഇത് പറഞ്ഞു. നമ്മുടെ ഉള്ളിലുള്ള ഇന്റേണൽ വൈബ്രേഷൻ അനുസരിച്ചിട്ടാണ് പ്രപഞ്ചത്തിൽ നിന്ന് നമുക്ക് ആവശ്യമായവ ലഭിക്കുന്നത് എന്ന്, അല്ലെ? അപ്പോ ലോ ഓഫ് അട്രാക്ഷൻ അനുസരിച്ചിട്ട് നമ്മുടെ ഉള്ളിലെ ഇന്റേണൽ ഫ്രീക്വൻസി മാച്ച് ആവുമ്പോൾ നമുക്ക് പ്രപഞ്ചത്തിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ളതെല്ലാം കിട്ടുന്നു. അതായത് 3 പ്രവർത്തന ഘട്ടങ്ങളിലൂടെയാണ് ലോ ഓഫ് അട്രാക്ഷൻ പ്രവർത്തിക്കുക. അതിനകത്ത് ആദ്യമേ തന്നെ വേണ്ടത് നമ്മുടെ ആഗ്രഹങ്ങൾ എന്താണെന്ന് വ്യക്തമായിട്ട് നമുക്കൊരു ധാരണ വേണം. അതായത് വ്യക്തമായിട്ട് നമ്മുടെ ആഗ്രഹങ്ങളെ നിർവചിച്ച് പ്രപഞ്ചത്തോട് ആവശ്യപ്പെടാൻ അറിയണം. നിങ്ങളുടെ ലക്ഷ്യങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് കൃത്യമായ ധാരണയുണ്ടായിരിക്കണം. രണ്ടാമതായിട്ട് നിങ്ങൾ ആവശ്യപ്പെട്ട കാര്യങ്ങൾ ഇതിനകം ലഭിച്ചു കഴിഞ്ഞുവെന്ന് പൂർണ്ണമായി നിങ്ങൾക്ക് വിശ്വാസം വേണം. അതനുസരിച്ചിട്ടുള്ള ഒരു മനോഭാവം നിങ്ങളിൽ വളർത്തുകയും അത് നിങ്ങളുടെ കൈകളിൽ എത്തിച്ചേർന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ ഫീലിങ്സ്, അതായത് നിങ്ങളുടെ വൈകാരികമായ ഫ്രീക്വൻസി എന്തായിരിക്കും, അത് ആ ആവശ്യം നമുക്ക് നടത്തി കിട്ടി കഴിയുമ്പോൾ നമ്മളുടെ ഉള്ളിലുള്ള സന്തോഷം, നമ്മുടെ ഉള്ളിലുള്ള ഫീലിംഗ് എത്രമാത്രമാണ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി അതേ മനോഭാവത്തിൽ അതേ ആ ഒരു ഫീലിംഗിൽ നിന്ന് നമ്മുടെ ശരീരത്തിൽ നിന്ന് ആ ഒരു ഫീലിംഗ് നമ്മൾ അനുഭവിക്കുമ്പോഴാണ് നമുക്ക് ഈ കാര്യം നടന്ന് കിട്ടിക്കഴിഞ്ഞതായിട്ട് നമ്മൾ പ്രപഞ്ചത്തിനോട് അല്ലെങ്കിൽ ദൈവത്തോട് നന്ദി പറയുന്നതായിട്ടാണ് നമ്മൾ ഇമാജിൻ ചെയ്യുന്നത്. അപ്പൊ അത് നടന്നു കഴിഞ്ഞു എന്നാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. ഇനി അടുത്തതായിട്ട് നമ്മൾ ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ എത്രയും പെട്ടെന്ന് നമുക്ക് വേണ്ട കാര്യങ്ങൾ നമ്മളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രപഞ്ചം അല്ലെങ്കിൽ ദൈവം നമുക്ക് വേണ്ട കാര്യങ്ങൾ നമ്മുടെ ചുറ്റും ക്രമീകരിക്കും. അപ്പോൾ അതിന് നമുക്ക് ചുറ്റും വരുന്ന അവസരങ്ങളെ കൃത്യമായിട്ട് മനസ്സിലാക്കാനും ആ അവസരങ്ങൾ ഉപയോഗിക്കാനും കൃത്യമായിട്ടുള്ള ആക്ഷൻസ് എടുക്കാനും നമ്മൾ പഠിക്കണം. അങ്ങനെ നമ്മുടെ ഇൻസ്പയർഡ് ആയിട്ടുള്ള ആക്ഷൻസ് കൃത്യമായി വരുന്നതിലൂടെ ചെയ്യുന്നതിലൂടെ നമുക്ക് വേണ്ട കാര്യങ്ങൾ നമ്മളിലേക്ക് എത്രയും വേഗത്തിൽ എത്തിക്കുന്നതിനായിട്ട് നമുക്ക് സാധിക്കും. ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യുന്നത് പലപ്പോഴും നമ്മുടെ പവർ ഓഫ് തോട്ട്സ്
അതായത് നമ്മുടെ ചിന്തകളുടെ ശക്തിയാണ് നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്, ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പോ ലിമിറ്റിംഗ് ബിലീഫ്സോ നമ്മുടെ ചിന്തകളിലെ നെഗറ്റിവിറ്റിയോ എല്ലാം കടന്നു വരുമ്പോൾ അതിനെല്ലാം ക്യാൻസൽ ചെയ്തിട്ട് നമ്മുടെ തോട്ട്സിനെ പോസിറ്റീവായിട്ട് നമുക്ക് വേണ്ടതിലേക്ക് നമ്മൾ ക്രമീകരിക്കണമെന്ന്. പലരുടെയും ഒരു കുഴപ്പമാണ്, പലപ്പോഴും പാസ്റ്റിൽ കഴിഞ്ഞു പോയ അവരുടെ ചീത്തയായിട്ടുള്ള അനുഭവങ്ങൾ അല്ലെങ്കിൽ അവർ ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത അനുഭവങ്ങളെ കുറിച്ച് ഓർത്ത് വീണ്ടും വീണ്ടും ദുഃഖിക്കുകയും ട്രാജഡികളും ട്രോമാസിനെ കുറിച്ചും വീണ്ടും വീണ്ടും ഓർക്കുകയും കരയുകയും ഇപ്പോഴും അതിൽ തന്നെ ജീവിക്കുകയും ചെയ്യുന്നവരുണ്ട്. പലപ്പോഴും എൻ്റെ ഫ്യൂച്ചർ എന്താവും എന്നോർത്ത് ആകുലപ്പെടുന്നവരുണ്ട്. പക്ഷെ ഇത് രണ്ടും നമ്മുടെ കയ്യിലില്ല. നമ്മുടെ കയ്യിൽ ആകെയുള്ളത് നമ്മുടെ പ്രസന്റ് മാത്രമാണ്. ഇപ്പോൾ നമ്മൾക്ക് എങ്ങനെ സന്തോഷമായിട്ടിരിക്കാമെന്നുമാണ് നമ്മൾ പഠിക്കേണ്ടതെന്നും പലർക്കും അറിഞ്ഞുകൂടാ. അപ്പോൾ ഇതാണ് നമ്മളെ നമ്മുടെ ഗോൾസ് അച്ചീവ് ചെയ്യുന്നതെന്നും വിലക്കുന്നത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പ്രസന്റില് മൈൻഡ്ഫുൾ ആയിട്ട് ജീവിക്കാൻ സാധിക്കും. അപ്പോ നമ്മുടെ പാസ്റ്റിനെ കുറിച്ച് ഓർത്ത് ഒരുപാട് കരയാനോ ദുഃഖിക്കാനോ നിൽക്കാതെ, നമ്മുടെ ഫ്യൂച്ചറിനെ കുറിച്ച് ഓർത്ത് ഓവറായിട്ട് ചിന്തിച്ച് തല പുണ്ണാക്കാതെ, നമ്മുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നിന്നുകൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു കഴിഞ്ഞാൽ എത്രമാത്രം നമ്മൾക്ക് സന്തോഷമുണ്ടാകുമെന്ന് നമ്മൾ അനുഭവിച്ചുകൊണ്ട് ഇപ്പോൾ ഉള്ള ജീവിതത്തെ സന്തോഷകരമായി മുന്നോട്ട് കൊണ്ടുപോവുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ ഗ്രാറ്റിറ്റ്യൂഡ്, നമ്മൾ ആദ്യമേ തുടങ്ങിയ പ്രാക്ടീസ് തന്നെ ഗ്രാറ്റിറ്റ്യൂഡാണ്. നമ്മൾ ആളുകളോട് പലപ്പോഴും ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് എന്തില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരൊരു ലോഡ് ലിസ്റ്റ് നിരത്തും. ഇല്ലാത്ത കാര്യങ്ങളെ കുറിച്ച് പറയാൻ എല്ലാവർക്കും 100 നാവാണ്. പക്ഷെ നിങ്ങൾക്ക് എന്തുണ്ട് എന്ന് ചോദിച്ചാൽ പലപ്പോഴും പലരും ഒരുപാട് നേരം ആലോചിക്കുന്നത് കാണാം. നിങ്ങൾ നിങ്ങളോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കൂ, നിങ്ങൾക്ക് എന്തില്ല എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് ലിസ്റ്റുകൾ വരില്ലേ? പക്ഷെ നിങ്ങൾക്ക് എന്തുണ്ട് എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ മനസ്സിൽ വരുന്ന ലിസ്റ്റുകളുടെ എണ്ണം എത്രയാണ്? നിങ്ങൾക്ക് അനുഗ്രഹങ്ങളെ എണ്ണാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അത് നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാവും. അപ്പോൾ നിങ്ങൾക്ക് എന്തെല്ലാം ഉണ്ട് എന്നതിലേക്ക് നിങ്ങൾ ഫോക്കസ് കൊടുക്കുമ്പോൾ അറിയാതെ തന്നെ നിങ്ങളുടെ ഉള്ളിൽ സന്തോഷം നിറയാൻ തുടങ്ങും. അതായത് നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ സന്തോഷം നിറയാൻ തുടങ്ങും. ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങളുടെ എല്ലാം വീഡിയോസ് എക്സ്പ്ലെയിൻ ചെയ്ത് മുന്നേ കൊടുത്തിട്ടുണ്ട്. കാണാത്തവരാണെങ്കിൽ ദയവ് ചെയ്ത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കാണുക, നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. പിന്നെ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾക്ക് വേണ്ട ഗോള് നമ്മൾ കൃത്യമായിട്ട് വ്യക്തതയോടുകൂടി നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് വിഷ്വലൈസേഷനും അഫർമേഷൻസിനുമാണ്. അഫർമേഷൻ എന്താണെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അത് കേൾക്കാത്തവരാണെങ്കിൽ അത് പോയി കേൾക്കുക. ഇനി വിഷ്വലൈസേഷൻ എന്താണ്? നമുക്ക് വേണ്ട കാര്യങ്ങൾ എന്താണെന്ന് നമ്മൾ മനസ്സിൽ നേരത്തെ കൂട്ടി ഇമാജിൻ ചെയ്ത് അതിനെ കാണുക എന്നുള്ളതാണ്. അതായത് എന്താണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, നമ്മൾ ആയി തീർന്നു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള ഒരു രൂപം, അതിന്റെ ഒരു പിക്ചർ നമ്മുടെ മനസ്സിൽ കൊണ്ടുവരുന്നതിനെയാണ് വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പെട്ടെന്ന് തന്നെ നമുക്ക് വേണ്ട കാര്യങ്ങളെ അട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് വിഷൻ ബോർഡ് യൂസ് ചെയ്യാം. ജേർണലിങ്, അതായത് നമ്മൾ വേണ്ട കാര്യങ്ങൾ എഴുതി വെച്ച് നമുക്ക് നേടിയെടുക്കാൻ പറ്റും. നമ്മളോട് തന്നെ എപ്പോഴും പോസിറ്റീവായിട്ട്, സെൽഫ് ടോക്കിൽ എപ്പോഴും നമ്മൾ പോസിറ്റീവായിട്ട് സംസാരിക്കാൻ ശ്രമിക്കുക. ഇതെല്ലാം ഞാൻ മുന്നുള്ള വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം മുന്നുള്ള വീഡിയോസ് കാണാത്തവർ ദയവ് ചെയ്ത് അത് പോയി കാണുക. അപ്പോൾ സെൽഫ് ലവിന്റെ അതിനകത്താണ് സെൽഫ് ടോക്കിനെ കുറിച്ച്, പോസിറ്റീവ് സെൽഫ് ടോക്കിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ഇങ്ങനെയെല്ലാം പോസിറ്റീവായിട്ട് ചെയ്യുന്നതിലൂടെ ലോ ഓഫ് അട്രാക്ഷൻ വഴിയായിട്ട് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ്. അപ്പോൾ ചില ആൾക്കാർ പറയും ഇതൊന്നും നടക്കാത്ത കാര്യങ്ങളാണ്, വെറുതെ പൊട്ടത്തരങ്ങളാണ് എന്ന് പറയും. എന്തുകൊണ്ടാണ്? അവരുടെ മനസ്സിൽ അവരുടെ വിശ്വാസം എന്താണ്? ഇതൊന്നും നടക്കില്ല, ഇതൊക്കെ പൊട്ടത്തരങ്ങളാണ് എന്നുള്ളതാണ് അവരുടെ മനസ്സിലെ വിശ്വാസം. ലൈക്ക് അട്രാക്ട്സ് ലൈക്ക്. അപ്പൊ അവരിലേക്ക് അത് തന്നെയാണ് വരിക. അതായത് ലോ ഓഫ് അട്രാക്ഷൻ അവരെ സംബന്ധിച്ച് ഫേക്ക് ആണ്, അതുകൊണ്ട് അവർക്ക് നടക്കില്ല. അതേസമയം നമ്മൾ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും ഭൂഗുരുത്വാകർഷണം ഉള്ളതുപോലെ ലോ ഓഫ് അട്രാക്ഷൻ അവിടെയുണ്ട്. നമ്മൾ എന്ത് ചിന്തിക്കുന്നുവോ, നമ്മൾ എന്ത് പ്രവർത്തിക്കുന്നുവോ, നമ്മൾ എന്ത് കേൾക്കുന്നുവോ, നമ്മൾ കറന്റിലി എന്താണോ ആഗ്രഹിക്കുന്നത്, നമ്മുടെ മനസ്സിൽ എന്താണോ അത് നമ്മുടെ അടുത്തേക്ക് നമ്മൾ അറിയാതെ തന്നെ എത്തിച്ചേരുന്നു, അല്ലെങ്കിൽ മാനിഫെസ്റ്റ് ചെയ്യപ്പെടുന്നു. ഇതാണ് സംഭവിക്കുന്നത്. അപ്പൊ നമുക്ക് വേണ്ട കാര്യങ്ങളെ ബോധപൂർവം നമ്മുടെ മനസ്സിലേക്ക് കടത്തിവിട്ട് നമുക്ക് വേണ്ട ലക്ഷ്യങ്ങളിലേക്ക് വേഗം എത്തിച്ചേരുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ഇത് നമ്മൾ പ്രാവർത്തികമാക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് അത്ഭുതങ്ങൾ സംഭവിക്കും. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഓൾ, ലവ് യു ഓൾ.